നമസ്കാരം, എൻ്റെ പേര് മിൻറ്റു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡ്ലൈഡിൽ നിന്ന് സംസാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ് വിസ കണ്ടീഷൻസിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസ ഗ്രാൻഡ് ആയി കിട്ടിക്കഴിയുമ്പം അതിൻ്റെ വിസ ഗ്രാൻഡ് ലെറ്ററിനകത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, കുറച്ച് നമ്പർ. എല്ലാ നമ്പരും സ്റ്റാർട്ട് ചെയ്യുന്നത് 8 വെച്ചാണ്, അല്ലെ? 8201, 8501, 8208, 8105, അങ്ങനെ കുറെ കണ്ടീഷൻസ്. അപ്പോൾ ഓരോ കണ്ടീഷൻസും എന്താണ്, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. കണ്ടീഷനിലോട്ട് വരാം. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പറയുന്നത് 8105 ആണ്. 8105 എന്ന് പറയുന്നത് വർക്ക് ലിമിറ്റേഷൻ ആണ്. വർക്ക് ലിമിറ്റേഷൻ, അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, വർക്കിന്റെ ലിമിറ്റേഷൻ. എന്താണ് വർക്ക് ലിമിറ്റേഷൻ? വർക്ക് ലിമിറ്റേഷൻ സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് 48 മണിക്കൂർ, 48 hours ഇൻ എ ഫോർട്ട്നൈറ്റ്. ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത് 2 ആഴ്ച കൂടിയുള്ള സമയത്ത്. ഒരു ഫോർട്ട്നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണെങ്കിൽ ആ മൺഡേ കഴിഞ്ഞുള്ള വീക്ക് കഴിഞ്ഞ് വരുന്ന ഒരു വീക്ക് കൂടെ ഉണ്ടല്ലോ, ആ വീക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഒരു മൺഡേ, അതായത് ഒരു മൺഡേ ടു 2 ആഴ്ച കഴിഞ്ഞുള്ള മൺഡേ, ആ ഒരു ഗിവൺ പീരീഡിൽ, ഗിവൺ 2 വീക്സിൽ നമുക്ക് 48 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഒരാഴ്ചയിൽ 24 മണിക്കൂർ. ഒരാഴ്ചയിൽ 10 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒത്തിരി അവർ കിട്ടിയില്ല. അങ്ങനെയാണ് അടുത്ത ആഴ്ച നമുക്ക് എത്ര അവർ ചെയ്യാൻ പറ്റും? 10 ആണെന്നുണ്ടെങ്കിൽ അടുത്ത 48 ൽ 10 38 മണിക്കൂർ അടുത്ത ആഴ്ച ചെയ്യാം. അതേസമയത്ത് ഒരാഴ്ചയിൽ 30 മണിക്കൂർ ജോലി ചെയ്തു, അടുത്ത ആഴ്ച 40 മണിക്കൂർ ജോലി ചെയ്തു, അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്തു. അതേസമയത്ത് ഒരാഴ്ച നമ്മൾ 40 മണിക്കൂർ ജോലി ചെയ്തു, അടുത്ത ആഴ്ചയിൽ നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്തു, ഓക്കെ, കണ്ടീഷൻസ് മീറ്റ് ചെയ്തു. അപ്പം വർക്ക് ലിമിറ്റേഷനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം അതിനകത്ത് നോക്കാനുള്ളത്, ഈ സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ കോഴ്സ് കമൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വർക്ക് ലിമിറ്റേഷൻസ് വരുന്നത്. അതായത് നമ്മൾ കോഴ്സ് മാർച്ച് 15 നമ്മുടെ കോഴ്സ് തുടങ്ങുവാണെങ്കിൽ, നമുക്ക് COE കിട്ടി, നമുക്ക് വിസ കിട്ടിയെങ്കിൽ നമ്മൾ 2 മാസം മുമ്പേ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത് തെറ്റാണ്. അതങ്ങനെ പറ്റത്തില്ല. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കോഴ്സ് സെക്ഷനകത്തുണ്ട്, അതായത് നമ്മൾ കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ ആഴ്ചയിൽ നമ്മളുടെ ടൈം ടേബിൾ ഓൺ ആണ്, അടുത്ത ആഴ്ച ടൈം ടേബിൾ ഓൺ ആണ്. അങ്ങനെ സെക്ഷനകത്ത് നമ്മുടെ ആക്റ്റീവായിട്ട് പഠിത്തം നടക്കുന്ന സമയത്താണ് ഈ വർക്ക് ലിമിറ്റേഷൻ ഉള്ളത്. പക്ഷേ ചില സമയത്ത് നമുക്ക് ടേം ബ്രേക്ക് കിട്ടും. അതായത് 2 ആഴ്ച കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ എവരി 3 മന്ത്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 മാസം, ഓരോ യൂണിവേഴ്സിറ്റിയുടെ യൂണിറ്റുകൾ വ്യത്യാസമാണ്. ആ യൂണിറ്റുകൾ കഴിഞ്ഞിട്ട് അവരൊരു ബ്രേക്ക് കൊടുക്കും. ആ ബ്രേക്കിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. അവിടെ ഈ 48 hours പ്രശ്നം വരുന്നില്ല. അപ്പം ബ്രേക്ക് ഉള്ളത് എപ്പോഴൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഓറിയന്റേഷന്റെ സമയത്ത് നിങ്ങൾ ആ ടൈം ടേബിൾ ഫുള്ള് കിട്ടി, ആ കലണ്ടർ കിട്ടി, ബ്രേക്കുള്ള സമയം എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് ആ സമയത്ത് നമുക്ക് നാട്ടിൽ പോകാനും അല്ലെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിസ തീരുന്നത് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്തും ഫുൾ ടൈം ജോലി ചെയ്യാം. പിന്നെ ചില സ്റ്റുഡൻസിന് അവരുടെ കോഴ്സിന്റെ റിക്വയർമെന്റിന്റെ ഭാഗമായിട്ട് ചില പ്ലേസ്മെന്റ്സ് ചെയ്യണം. അതായത് അവരുടെ സ്റ്റഡീസ് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്ന ചില യൂണിറ്റുകളിൽ കോമ്പിറ്റൻസി കിട്ടാനായിട്ട് ചില പ്ലേസ്മെന്റ്സ് ചെയ്തേ പറ്റുള്ളൂ. ആ പ്ലേസ്മെന്റ്സ് ചെയ്താലേ ആ യൂണിറ്റിന്റെ കോമ്പിറ്റന്റ് ആവുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് അതിനെ വർക്കായിട്ട് കൂട്ടത്തില്ല. ആ ഒരു സമയത്ത് അതിനെ പഠിത്തമായിട്ട് തന്നെ കൂട്ടുള്ളൂ. പെയ്ഡ് ആണെങ്കിലും അൺപെയ്ഡ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാം. അപ്പം ഇതാണ് വർക്ക് ലിമിറ്റേഷനകത്തുള്ള കണ്ടീഷൻസ് വരുന്നത്. 8105 വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കണ്ടീഷനിലോട്ട് വരാം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 8202 ആണ്. 8202 എന്ന് പറയുന്നത് മീറ്റ് കോഴ്സ് റിക്വയർമെന്റ് ആണ്. നമുക്ക് ഏത് കോഴ്സ് ചെയ്യാനായിട്ടാണ് വിസ കിട്ടിയത്, അല്ലെ ഏതാണ് നമ്മുടെ കോഴ്സ്, നമുക്ക് വിസ ഏത് കോഴ്സിന്റെ പേരിലാണ് നമുക്ക് വിസ കിട്ടിയത്, ആ കോഴ്സിന്റെ റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യണം. അതായത് അറ്റൻഡൻസ് 80% അബോ അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അക്കാഡമിക് പ്രോഗ്രസ്, അതായത് നമ്മൾ എൻറോൾ ചെയ്തിരിക്കുന്ന യൂണിറ്റുകളെല്ലാം നമ്മൾ പാസ്സാകണം. അതല്ല, നമ്മൾ അറ്റൻഡൻസ് കുറവാണ്, അക്കാഡമിക് പ്രോഗ്രസ് കുറവാണ്, ഒരു സെമസ്റ്ററിൽ നമ്മൾ എൻറോൾ ചെയ്ത യൂണിറ്റുകളിൽ 50% താഴെ നമ്മൾ ഫെയിൽ ആയിപ്പോയി, അടുത്ത സെമസ്റ്ററിൽ നമ്മൾ ഫെയിൽ ആയിപ്പോയി. അപ്പം 2 കോൺസിക്യൂട്ടീവായിട്ടുള്ള 2 ടേംസിൽ നമ്മൾ പല യൂണിറ്റുകളും നമ്മൾ ഫെയിൽ ആയി പോയെങ്കിൽ നമുക്ക് അക്കാഡമിക് പ്രോഗ്രസ് ഇല്ല. അപ്പം നമ്മൾ 8202 എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മളത് ബ്രീച്ച് ചെയ്യുവാണ്. അപ്പം നമുക്കറിയാം, ഒരു വിസ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് ടു ആ ഒരു വിസ ക്യാൻസലേഷന്റെ റെജിമിൻ, അല്ലെ ക്യാൻസലേഷന്റെ എലിജിബിലിറ്റിയിലോട്ട് നമ്മൾ പോവാണ്. അപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വിസ കണ്ടീഷൻസ് നിങ്ങൾ ബ്രീച്ച് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും പറഞ്ഞു തരിക എന്നുള്ളതാണ്. 8202 എന്ന് പറയുന്നത് മീറ്റ് കോഴ്സ് റിക്വയർമെന്റ്. നിങ്ങളൊരു കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിവതും അതിനോട് സെയിം ലെവലിലുള്ള കോഴ്സ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന്റെ അപ്പർ ആയിട്ടുള്ള ലെവലിലുള്ള കോഴ്സിലോട്ട് മാറുക. ലോവർ ആയിട്ടുള്ള ലെവലിലോട്ട് കോഴ്സ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വിസ അപ്ലൈ ചെയ്യണം. അതിന് ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുന്നതാണ്. അതിന്റെ സൊല്യൂഷൻസ് എന്താണ്. പിന്നെ അടുത്ത കണ്ടീഷൻസ് വരുന്നത് 8202 ആണ്. 8208 ആണ്. മോസ്റ്റ്ലി
നോ സ്റ്റഡി ചേഞ്ച് റിലേറ്റഡ് ടു ക്രിട്ടിക്കൽ ടെക്നോളജി. അപ്പോൾ ക്രിട്ടിക്കൽ ടെക്നോളജി എന്ന് ഉദ്ദേശിക്കുന്നത് ആറ്റോമിക് സയൻസ്, ന്യൂക്ലിയർ സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജനറലി നിങ്ങൾ ഈ സ്റ്റുഡൻറ് വിസ വരുന്ന +500 വിസയിൽ വരുന്ന ആൾക്കാർക്കൊന്നും അത് ഒരു 95% അത് റിലേറ്റഡ് അല്ല. അപ്പം പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ 808 കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാം. ചില പ്രൊവൈഡഡ് യു വിൽ ഹാവ് ടു സബ്ജക്ട് ടു സം കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. ഈ 808 കണ്ടീഷൻസ് എന്ന് പറയുന്നത് അറ്റോമിക് സയൻസ്, ന്യൂക്ലിയർ സയൻസ്, അങ്ങനെ ക്രിട്ടിക്കൽ ടെക്നോളജിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ ചെയ്യുന്ന PhD അല്ലെ മാസ്റ്റേഴ്സ് അല്ലെ ഓണേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ്. അവർക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ പ്രയർ അപ്രൂവൽ വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത കണ്ടീഷൻസ് വരുന്നത് 8501 ആണ്, മെയിൻറ്റെയിൻ ഹെൽത്ത് ഇൻഷുറൻസ്. മെയിൻറ്റെയിൻ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓവർസീസ് സ്റ്റുഡൻറ് ഹെൽത്ത് കവറാണ്, OSHC എന്ന് പറയുന്ന കവറാണ്. അത് കപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡും വൈഫുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വേണം. ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ഇൻഷുറൻസ് വേണം. സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സ്, നമ്മൾ 2 വർഷത്തേക്കുള്ള വിസ ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തേക്കുള്ള വിസയുടെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. അത് നമ്മുടെ അഡ്മിഷന്റെ സമയത്ത് തന്നെ നിങ്ങളുടെ ഏജൻസി അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ഫീസ് കൊടുത്ത് അത് നിങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് 8501 എന്നുള്ള കണ്ടീഷൻ. ഈ കണ്ടീഷനിലോട്ട് നമുക്ക് വരാം. അതാണ് 8516. 8516 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് കണ്ടിന്യൂ ടു സാറ്റിസ്ഫൈ ദ ക്രൈറ്റീരിയ ഫോർ ദ ഗ്രാന്റ് ഓഫ് ദി വിസ. അതായത് ഈ വിസ ഗ്രാന്റ് ആകാൻ വേണ്ടി നിങ്ങൾ എന്ത് ക്രൈറ്റീരിയ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിസ ഗ്രാന്റ് ആയത്, ആ ക്രൈറ്റീരിയ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ടാണ്. അതായത് നമ്മൾ സ്റ്റുഡൻറ് വിസ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു ഫണ്ട് കാണിക്കണം. നമ്മുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ എഡ്യൂക്കേഷൻ ലോൺ നമ്മൾ ഫണ്ട് കാണിക്കണം. അപ്പോൾ ആ ഫണ്ട് കണ്ടുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ്, നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കണ്ടിട്ടാണ് നമുക്ക് വിസ ഗ്രാന്റ് ആയത്. ആ ക്രൈറ്റീരിയ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് വിസ ഗ്രാന്റ് ആയെന്ന് പറഞ്ഞ് ഫണ്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രശ്നം വരും. അപ്പം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കോവിഡ് പോലുള്ള സമയങ്ങൾ വന്നപ്പം ഈ ഗവൺമെന്റ് അവരുടെ സിറ്റിസണും PR-നും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷെ ഇവിടെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവർക്ക് ജോലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ലോക്ക്ഡൌൺ ആണ്, അവർ വീട്ടിൽ നിന്ന് അവർക്ക് പൈസ കിട്ടണം. അവരെല്ലാവരും തന്നെ ഗവൺമെന്റിന്റെ അടുത്തോട്ട് പുഷ് ചെയ്തു, ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തരണം, നിങ്ങൾ ഓസ്ട്രേലിയ പോലുള്ള വലിയൊരു കൺട്രി അല്ലേ. പക്ഷെ ഓസ്ട്രേലിയ പറഞ്ഞു, നിങ്ങൾ ഇവിടെ പഠിക്കാൻ വന്നവരാണ്, നിങ്ങൾക്ക് 1 വർഷത്തെ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രൂവ് ചെയ്ത് ഞങ്ങളെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് സ്റ്റുഡന്റ് വിസ കിട്ടിയിരിക്കുന്നത്. ആ ഫണ്ട് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ ആര് പറഞ്ഞു? ആ ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇവിടെയുള്ള പഠിത്തത്തിനുള്ള എല്ലാ ചെലവും നിങ്ങൾക്ക് ഇവിടുന്ന് വർക്ക് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡഡ് നിങ്ങൾക്ക് 24 hours നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മജോറിറ്റി ഓഫ് ദി ഇൻകം അവർക്ക് ഔട്ട്സൈഡിൽ നിന്ന് ആണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, യു മസ്റ്റ് മെയിൻറ്റെയിൻ ദ ക്രൈറ്റീരിയ ഫോർ ദ വിസ ഗ്രാന്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണോ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് അതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു IELTS അല്ലെങ്കിൽ PT സ്കോർ റോങ് ആയിട്ട് കാണിച്ചു, പക്ഷേ ഗവൺമെന്റ് വിസ ഗ്രാന്റ് ആയി തന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മനസ്സിലായത് അത് റോങ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് വിസ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് 8517 ആണ്. അതായത് അഡ്വക്കേറ്റ് അറേഞ്ച്മെന്റ്സ് ഫോർ സ്കൂൾ ഏജ് ചിൽഡ്രൻ. നമ്മുടെ പിള്ളേർ ആരെങ്കിലും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ, സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സിന്റെ പിള്ളേർ വരുവാണെങ്കിൽ അവർക്കുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത് 8517. പിന്നെ ഉള്ളത് 8532, അതായത് മെയിൻറ്റെയിൻ വെൽഫെയർ അറേഞ്ച്മെന്റ്സ് ഫോർ മൈനേഴ്സ് ആയിട്ട് 18 വയസ്സ് താഴെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വെൽഫെയർ അറേഞ്ച്മെന്റ്സ് മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്കൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു 18 years എബോ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഗാർഡിയനുമായിട്ട് ഉള്ള വെൽഫെയർ അറേഞ്ച്മെന്റ്സ് മസ്റ്റായിട്ടും നടത്തിയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പ്രൊവൈഡർ യൂണിവേഴ്സിറ്റി ആയിട്ട് അത് അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ ഉള്ളത് 8533 എന്ന് പറയുന്ന കണ്ടീഷനാണ്, ഇൻഫോം പ്രൊവൈഡർ അബൌട്ട് ദ അഡ്രസ്. പ്രൊവൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മുടെ കോളേജാണ്. അവർ നമ്മുടെ എന്തെങ്കിലും അഡ്രസ്സ് ചേഞ്ചസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID അഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ വിതിൻ 7 days നമ്മൾ അവരെ അറിയിച്ചിരിക്കണം. നമ്മൾ ഡിപ്പാർട്ട്മെന്റിനെ അല്ല അറിയിക്കേണ്ടത്, നമ്മൾ ഇവരെയാണ് അറിയിക്കേണ്ടത്. ഇവർ പ്രിസം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിൽ അവർ അറിയിച്ചോളും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ ഒരാളെ ചേസ് ചെയ്യണം, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർ കോളേജിനോടാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ കോളേജ് ജോലി ചെയ്തുകൊണ്ട് സമയത്ത്, യൂണിവേഴ്സിറ്റി ജോലി ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഇമെയിൽ വരും, ഇന്ന ആളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരണം, അവരുടെ ഇമെയിൽ ID അല്ല അവരുടെ ഫോൺ നമ്പർ, അഡ്രസ്സ് അവർ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ 7 days നിങ്ങൾ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടീഷൻസ് ബ്രീച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതൊരു കോഴ്സ് നിങ്ങൾ മാറി, നിങ്ങൾക്ക് വേറൊരു COE കിട്ടി അല്ലെങ്കിൽ വേറൊരു യൂണിവേഴ്സിറ്റിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് പ്രൊവൈഡറിനെ വിതിൻ 7 days നിങ്ങൾ അറിയിച്ചിരിക്കണം. അതും ഈ കണ്ടീഷനകത്ത് പറയുന്നതാണ്. അപ്പം ഈ വിസ കണ്ടീഷൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങളുടെ ഓഫീസ് അഡലേഡിലുണ്ട്. നിങ്ങൾക്ക്
എന്തെങ്കിലും ഡൗട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ കൺസൾട്ടന്റിനെ തന്നെ കാണണം. സ്റ്റുഡന്റ് കൺസൾട്ടറെക്കാട്ടിലും നല്ലത് രജിസ്റ്റേർഡ് മൈഗ്രേഷൻ കൺസൾട്ടന്റ്. അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അവരാണ്. നാട്ടിലുള്ള ഏജൻസിയെക്കാട്ടിലും ഞങ്ങൾക്ക് നാട്ടിൽ ഏജൻസി ഉണ്ട്. അപ്പം ഞങ്ങൾ വഴി വരുന്നവർക്കും അല്ലാതെ വരുന്നവർക്കും എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ കൺസൾട്ടേഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും അക്കാഡമിക് ഡിസ്ഹോണസ്റ്റിൽ അല്ലെങ്കിൽ പ്ലാഗറിസത്തിൽ നിങ്ങൾ പിടിച്ചു, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല, നിങ്ങളുടെ കോഴ്സ് സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിൽ ഗ്യാപ്പ് വന്നു, സ്റ്റുഡൻറ് വിസ എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ സ്റ്റുഡൻറ് വിസ കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് സ്ട്രീം ഏത് അപ്ലൈ ചെയ്യണം, എത്ര നാൾ കിട്ടും, ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഏത് പിള്ളേർക്കും ആർക്കും നമ്മളെ സമീപിക്കാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ്. നന്ദി, നമസ്കാരം.